അധികാരക്കസേരകള് മാറിയെങ്കിലും വിഐപി സുരക്ഷയുടെ പേരില് സാധാരണക്കാരായ പോലീസുകാരെ പരസ്യമായി പീഡിപ്പിക്കുന്ന പിണറായി മോഡല് മാതൃക പുറത്തുവന്നു. പിണറായി പാണ്ഡ്യാലമുക്കിലെ പിണറായി വിജയന്റെ വീടിനു മുന്നില് കഴിഞ്ഞ 10 വർഷത്തോളമായി തുടരുന്ന ജീപ്പ് സ്റ്റേഷന് എന്ന വിചിത്രമായ പോലീസ് സംവിധാനമാണ് ഇപ്പോള് സേനയ്ക്കുള്ളില് തന്നെ വലിയ ചർച്ചയായിരിക്കുന്നത്. മുഖ്യമന്ത്രി സ്ഥാനമൊഴിഞ്ഞ് അദ്ദേഹം നിയുക്ത പ്രതിപക്ഷ നേതാവായി മാറിയിട്ടും പാവം പോലീസുകാരെ പെരുമഴയത്തും കൊടുംചൂടിലും തുരുമ്പിച്ച ഒരു പഴയ ജീപ്പിനുള്ളില് കാവല് നിർത്തിയിരിക്കുന്ന ദയനീയ കാഴ്ചയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പിണറായി വിജയന് മുഖ്യമന്ത്രിയായതിന് പിന്നാലെയാണ് സുരക്ഷാഭീഷണിയുണ്ടെന്ന കാരണത്താല് പാണ്ഡ്യാലമുക്കിലെ ഈ വീടിനു മുന്നില് ഒരു വണ്ടി പോലീസ് കാവല് കിടക്കാന് തുടങ്ങിയത്. എന്നാല് ഈ പോലീസ് വണ്ടിക്ക് മറ്റ് സ്റ്റേഷനുകളിലെ ജീപ്പുകളെപ്പോലെ ഓടാന് കഴിയില്ല. ഇതിന്റെ പണി കാവല് കിടക്കല് മാത്രമാണ്. വിചിത്രമായ കാര്യം, ഈ ജീപ്പിന്റെ ബാറ്ററി പോലും അഴിച്ചുമാറ്റിയ നിലയിലാണ്. വണ്ടി ഓടിക്കാനും കഴിയില്ല. 2014 മോഡല് KA.01B6 .9569 ജീപ്പാണ്. പോലീസുകാർക്ക് വിശ്രമിക്കാനും രേഖകള് സൂക്ഷിക്കാനുമായി ഒരു പോലീസ് സ്റ്റേഷന് ബാർഡ് പോലെ ഇവിടെ വർഷങ്ങളായി ഇട്ടിരിക്കുന്നത്. ഈ ജീപ്പിന്റെ വലതുഭാഗം വീടിന്റെ മതിലിനോട് ചേർത്ത് നിർത്തിയിരിക്കുന്നതിനാല് ഇടതുവശത്തെ ഒരൊറ്റ ഡോര് മാത്രമാണ് പോലീസുകാർക്ക് തുറക്കാന് സാധിക്കുന്നത്. ഒരു ഗ്രേഡ് SIയുടെ നേതൃത്വത്തില് A.R ക്യാമ്പിലെ 6 പോലീസുകാരാണ് ഇവിടെ റെസിഡന്റ് ഡ്യൂട്ടിക്കായുള്ളത്. ചില സമയങ്ങളില് പ്രാദേശിക പിണറായി സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരെയും ഇതിനായി നിയോഗിക്കാറുണ്ട്. ഒരേ സമയം ഒരു SIയും 2 പോലീസുകാരുമാണ് ഇവിടെ 24 മണിക്കൂറും ഊഴമിട്ട് കാവല് കിടക്കുന്നത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. വയോധികരായ ഈ ഉദ്യോഗസ്ഥർക്ക് പ്രാഥമിക ആവശ്യങ്ങള് നിർവഹിക്കാൻ ഒരു ശൗചാലയം പോലും ഈ VIP വീടിന്റെ പരിസരത്ത് ഒരുക്കിയിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ മനുഷ്യാവകാശ ലംഘനം. തുടക്കത്തില് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാര് തൊട്ടടുത്ത വീടുകളിലെ ശൗചാലയങ്ങളെയായിരുന്നു ആശ്രയിച്ചിരുന്നത്. പിന്നീട് സമീപത്തായി ഒരു ത്രിവേണി സൂപ്പർ മാർക്കറ്റ് തുറന്നതോടെ അവിടുത്തെ ശൗചാലയമാണ് ജീവനക്കാര് ഇപ്പോൾ പ്രാഥമിക കാര്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത്. പിണറായി വിജയനെതിരെ മുൻപ് നിരവധി ഭീഷണികളുണ്ടായതുകൊണ്ടും വീടിന്റെ പരിസരത്തേക്ക് അതിക്രമിച്ചു കയറിയ സംഭവങ്ങള് ഉണ്ടായതുകൊണ്ടുമാണ് ഇത്തരമൊരു സുരക്ഷാ ക്രമീകരണം ഏർപ്പെടുത്തിയതെന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ P. നിധിന് രാജി നൽകുന്ന വിശദീകരണം. ഉന്നത വ്യക്തികളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങള് തീരുമാനിക്കുന്നത് സംസ്ഥാന സെക്യൂരിറ്റി റിവ്യൂ കമ്മിറ്റിയാണെന്നും ഈ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമായിരിക്കും തുടർന്നുള്ള കാര്യങ്ങളെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. എങ്കിൽ പോലും തന്റെ സുരക്ഷയ്ക്കായി പെരുമഴയത്തും കൊടുംചൂടിലും തുരുമ്പിച്ച വണ്ടിക്കുള്ളില് കിടന്നു നരകിക്കുന്ന സ്വന്തം സേനയിലെ ഉദ്യോഗസ്ഥരുടെ ദയനീയാവസ്ഥ കണ്ടിട്ടും നിയുക്ത പ്രതിപക്ഷ നേതാവ് കൂടിയായ പിണറായി വിജയന് ഇത് കണ്ടില്ലെന്ന് നടിക്കുന്നത് വലിയ പ്രതിഷേധത്തിനിടയാക്കുന്നുണ്ട്.